من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. ബഹുമാനരായ വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സഖാവും നിയന്താവുമായ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് ആജ്ഞാനുവർത്തികളായി ജീവിതാന്ത്യം വരെ ഈമാനും തഖ്വയും നിലനിർത്തി അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കുവാൻ പരമാവധി യത്നിക്കണമേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അത്തരം ഭാഗ്യശാലികളിൽ, മുത്തഖികളിൽ, വിശിഷ്യ മുവാഹിദുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബീഉൽ അവ്വൽ മാസത്തിന്റെ തുടക്കത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിലേക്ക് വന്നതും ഇവിടെ നിന്ന് തിരിച്ചുപോയതും വഫാത്തായതും ഇതേ മാസത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കേണ്ട മഹാവ്യക്തിത്വമാവേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതനായിട്ടാണ് അറിയപ്പെടുന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വവും അവിടുത്തെ ജീവിതത്തിലെ ഓരോ കാൽവെപ്പുകളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുക എന്നുള്ളത് അവിടുത്തെ മഹബത്തായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും. അവിടുത്തെ ഓരോ കാര്യത്തെക്കുറിച്ചും ചരിത്രത്തിൽ
വളരെ കൃത്യമായിട്ട് ആ ജീവിതത്തെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഷാമിലെ ചക്രവർത്തി ഹർക്കൽ കച്ചവടാർത്ഥം അവിടേക്ക് വന്ന ഖുറൈശികളിൽപ്പെട്ട അവരുടെ നേതാവ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വലിയ ഒരു കച്ചവട സംഘം ഷാമിലെത്തി എന്നറിഞ്ഞപ്പോൾ തന്റെ കൊട്ടാരത്തിലേക്ക് അബൂ സുഫിയാനെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് വിളിച്ചു വരുത്തിയിട്ട് അബൂ സുഫിയാനോട് ചോദിക്കുന്നത് മക്കയിൽ അറേബ്യയിൽ ഉദയം കൊണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചായിരുന്നു. എന്താണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം? എന്താണ് ആ പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓരോന്നിനും അക്കമിട്ട് വളരെ കൃത്യമായിട്ടാണ് അബൂ സുഫിയാൻ മറുപടി പറഞ്ഞത്. അബൂ സുഫിയാൻ എന്ന പ്രവാചകന്റെയും ഇസ്ലാമിന്റെയും ശത്രുവായിരുന്നു, ബദ്ധവൈരിയായിരുന്നു. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് ആ സത്യം തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ കുറിച്ചും അവിടുത്തെ സ്വഭാവത്തെ കുറിച്ചും അവിടുത്തെ വിശ്വസ്തതയെ കുറിച്ചും ഒക്കെ ഈ ഹർക്കൽ ചക്രവർത്തിയുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ ഹർക്കൽ ചക്രവർത്തി അവിടെ ഒന്ന് സർട്ടിഫൈ ചെയ്തിട്ട് പറഞ്ഞു, എങ്കിൽ ആ പ്രവാചകൻ അവിടെ മുഴുവൻ കീഴടക്കും, അദ്ദേഹം അവിടെ അതിജയിക്കുമെന്ന് ആ ഒരു സമയത്ത് പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അബൂജഹല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ ശത്രുവായിരുന്നു. ഈ അബൂജഹല് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് ലാ നുകദ്ദിബുക വലാകിൻ നുകദ്ദിബു മാ ജിഅത ബിഹി, മുഹമ്മദെ താങ്കളെ ഒരിക്കലും ഞങ്ങൾ കളവാക്കുന്നില്ല, താങ്കളെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു അവമതിപ്പുമില്ല, താങ്കളെ കുറിച്ച് കൃത്യമായിട്ട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ഞങ്ങൾ കളവാക്കുന്നത് താങ്കൾ കൊണ്ടുവന്നതിനെയാണ് എന്ന് അബൂജാഹിൽ പറഞ്ഞതായിട്ട് അതും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുഖമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമായിരുന്നു. അവിടുത്തെ ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മറുപടി പറഞ്ഞത് കാന ഖുലുഖുൽ ഖുർആൻ, റസൂലുള്ളാഹിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഖുർആനാണ്. എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ റസൂലുള്ളാഹിയുടെ സ്വഭാവമാണ്. അത് കടഞ്ഞെടുത്ത സ്വഭാവമാണെന്ന് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആർക്കാണ് ഉത്തമമായിട്ടുള്ള മാതൃകയുള്ളത്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, പരലോകത്തെയും അള്ളാഹുവിനെയും പ്രതീക്ഷിക്കുന്നവർക്ക്, അള്ളാഹുവിനെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, കൊതിക്കുന്നവർക്ക്, അതേപോലെ പരലോകമുണ്ടെന്ന് ഉറപ്പിച്ച് കട്ടായം വിശ്വസിക്കുന്നവർക്ക്, വദക്കറല്ലാഹ കസീറ, അള്ളാഹനെ ധാരാളമായിട്ട് സ്മരിക്കുന്നവർക്കും ഓർക്കുന്നവർക്കും ആ പ്രവാചകനിൽ മാതൃകയുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. എന്താണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? ഖുർആൻ പറഞ്ഞു പ്രവാചകനെ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ലൽ ഗലീദൽ ഖൽബി ലം ഫദ്ദൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും. പ്രവാചകനെ താങ്കൾക്ക് അല്ലാഹു നൽകിയ മഹത്തായ കാരുണ്യം, ആ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന ശത്രുക്കൾ താങ്കളെ വിടാതെ കൂടി എല്ലാ നിലക്കും ഉപദ്രവിച്ചു. പക്ഷെ അവിടെയൊക്കെ പ്രവാചകരെ അവരോട് മാന്യമായിട്ട് പെരുമാറാൻ താങ്കൾക്ക് സാധിച്ചത് അല്ലാഹു നൽകിയ ഒരു സമ്മാനം, അത് കാരുണ്യമായിരുന്നു. ആ വരദാനം കൊണ്ട് മാത്രമാണ് താങ്കൾക്ക് അതിന് സാധിച്ചത്. എന്നിട്ട് പറയുന്നു വലൗ കുൻത ഫദ്ദൽ ഗലീദൽ ഖൽബ്, താങ്കളെങ്ങാനും കഠിന ഹൃദയനും പരുഷ സ്വഭാവിയുമായിരുന്നെങ്കിൽ ലം ഫദ്ദൂ മിൻ ഹൗലിക്, താങ്കളുടെ ചുറ്റിൽ നിന്നും ആളുകൾ ഇങ്ങനെ അകന്നകന്നു പോകുമായിരുന്നു. പക്ഷെ താങ്കളുടെ അടുത്തേക്ക് അവർ ഓടിക്കൂടുകയാണ് ചെയ്തത്. അതുകൊണ്ട് നബിയെ, താങ്കൾ ഉപദ്രവിച്ചവരുണ്ടെങ്കിലും ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും, അവരോട് അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി പാപമോചനത്തിനായി പ്രാർത്ഥിക്കുക എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് മറ്റുള്ള പ്രവാചകരിൽ നിന്ന് ഒരുപാട് വ്യതിരക്തതകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടതായി കാണാൻ കഴിയും. അവിടുന്ന് ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞിടത്ത് പറഞ്ഞു അന സയ്യിദു വലദി ആദം യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സംഗമവേദിയിൽ ഹശറിന്റെ മൈതാനത്ത് അന്ന് എല്ലാവരുടെയും നേതാവ് ഞാനായിരിക്കും. ഇത് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത പ്രത്യേകമായിട്ടുള്ള ഒരു മഹത്വമാണ്, ഒരു ഫളലാണ്. ലോകത്ത് വന്ന ലക്ഷത്തിൽ ചെല്ലാനും പ്രവാചകന്മാർ
അത് കഴിഞ്ഞിട്ടുള്ള ധാരാളക്കണക്കിന് മുന്നിൽ നിന്നിട്ടുള്ള ആളുകൾ അള്ളാഹുവിലേക്ക് വിജയിച്ചെത്തിയവർ, അവരുടെയൊക്കെ കൂട്ടത്തിൽ ഏറ്റവും നേതാവായിട്ടുണ്ടാവുന്നത് ഞാനായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു, ഖിയാമത്ത് നാളിൽ കാഹളത്തിൽ ഇസ്രാഫീൽ എന്ന മലക്ക് ആദ്യത്തെ ഊത്തുന്ന സമയത്ത് മുഴുവൻ ആളുകളും മരണപ്പെടും. ലോകത്തുള്ള എല്ലാവരും ആ കാഹളത്തിൽ ഊത്തോടുകൂടി ഈ പ്രപഞ്ചം മുഴുവൻ നശിക്കും. അവിടുന്ന് ആരാണ് ബാക്കിയാകുന്നത്? വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുഖമിടിച്ചെല്ലാം തകർന്നടിയും. അങ്ങനെ തകർന്നടിഞ്ഞ് പിന്നെ അടുത്തൊരു ഇടവേളക്ക് ശേഷം രണ്ടാമത്തെ കാഹളമൂത്തിൽ എല്ലാവരും ആ ഖബറുകളിൽ നിന്ന് എണീറ്റ് വരും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മരണപ്പെട്ട മുഴുവൻ മനുഷ്യരും ഒരാളെയും വിട്ടുപോകാത്ത വിധം അള്ളാഹു പുനർജീവിപ്പിക്കും. ആ പുനർജീവിപ്പിക്കുന്ന കൂട്ടത്തിൽ ആദ്യം ഖബറിൽ നിന്ന് എണീറ്റ് വരുന്നത് ഞാനായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു. മൂന്നാമത്തെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് ഞാനായിരിക്കും നാളെ പരലോകത്ത് ശുപാർശ പറയുന്നവനും ശുപാർശ നൽകപ്പെടുന്നതും എനിക്കായിരിക്കും എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് അവിടുത്തെ ഭയാനകരമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. അന്നത്തെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 50,000 കൊല്ലത്തെ, ഇന്നത്തെ നമ്മുടെ ദുനിയാവിലെ 50,000 കൊല്ലമാണ് അന്നത്തെ മഹ്ശറയിലെ ഒരു ദിവസം. അങ്ങനെയുള്ള എത്ര ദിവസങ്ങളുണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം അന്നത്തെ ആ ദിവസത്തിൽ ആളുകൾക്ക് നേരെ വിചാരണ കിട്ടാതെ, അള്ളാഹുവിന്റെ തീർപ്പ് വരാതെ ആളുകളൊക്കെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഈ അള്ളാഹുവിനോടൊന്ന് വിചാരണ നടത്തിയിട്ട് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി പറയാൻ എല്ലാ പ്രവാചകന്മാരുടെയും മുമ്പിൽ ആളുകൾ ഇങ്ങനെ ചെല്ലും. അവരൊക്കെ പറയും, ഞങ്ങൾക്ക് ഉത്തരം കിട്ടാവുന്ന പ്രാർത്ഥന ദുനിയാവിൽ വെച്ച് ഞങ്ങളത് വിനിയോഗിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമ, എല്ലാ പ്രവാചകന്മാർക്കും ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന അള്ളാഹു സമ്മാനമായി കൊടുത്തിരുന്നു. എല്ലാ പ്രവാചകന്മാരും അവരവരുടെ പ്രാർത്ഥനകൾ ദുനിയാവിൽ വെച്ച് തന്നെ പ്രാർത്ഥിക്കുകയും അതിന്റെ ഉത്തരം അവർക്ക് കിട്ടുകയും ചെയ്തു. എന്നാൽ എന്റെ അവസരം എന്റെ ഉമ്മത്തിന് വേണ്ടി, ശുപാർശക്ക് വേണ്ടി, ശഫാഅത്തിന് വേണ്ടി എന്റെ പ്രാർത്ഥനയെ ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. എപ്പത്തേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്? യൗമൽ ഖിയാമ, അന്ത്യനാളിലേക്ക് വേണ്ടി. അപ്പൊ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അടുത്ത് പോയി സുജൂദിൽ വീണിട്ട് റസൂലുള്ളാഹി പ്രാർത്ഥിക്കും, പടച്ചവനെ ഈ ഈ സമൂഹത്തെ, ഈ മനുഷ്യരെ ഒന്ന് വിചാരണക്കെടുക്കണമേ. അങ്ങനെയാണ് വിചാരണയുടെ നടപടികൾ, ചിട്ടവട്ടങ്ങൾ പൂർത്തിയാകുന്നത്. അങ്ങനെ വിചാരണ തുടങ്ങും. റസൂലുള്ളാഹി പറയുന്നു, ആ ശുപാർശ പറയാനുള്ള അവസരവും എനിക്കാണ്, എന്റെ ശുപാർശയാണ് അവിടെ സ്വീകരിക്കപ്പെടുന്നത്. ലോകത്ത് കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാരുടെയും കൂട്ടത്തിൽ നിന്ന് എനിക്കാണത് കിട്ടുന്നത്. നാലാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅന അവ്വലു അൻ യജ്താസ സിറാത്ത്. നാളെ സിറാത്ത് എന്ന പാലം ആദ്യം താണ്ടി കിടക്കുന്നത് ഞാനായിരിക്കും. സിറാത്ത് എന്ന് പറയുന്ന പാലം അത് വിശദീകരിക്കേണ്ട ഒന്നാണ്. ആ സന്ദർഭം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. സിറാത്തിലൂടെ കടന്നു വന്നിട്ടാണ് ഓരോ ആളുകളും അള്ളാഹുവിന്റെ മുമ്പിൽ വിജയത്തിലേക്ക് വരുന്നത്. ആ സിറാത്ത് ആദ്യം മുറിച്ചു കിടക്കുന്നത് ഞാനായിരിക്കും. അഞ്ചാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅന അവ്വലു മൻ യുഫ്തഹു ബാബുൽ ജന്ന. സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായി തുറക്കപ്പെടുന്നത് ലോകത്തുള്ള ജനകോടികളിൽ വെച്ച് അത് എനിക്കായിരിക്കും. ആദ്യം സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നതും അതിലൂടെ പ്രവേശിക്കുന്നതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും എന്നുള്ളതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹത്വങ്ങൾ എണ്ണിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതായി കാണാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ആ റസൂലുള്ളാഹി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നിറഞ്ഞു നിൽക്കണം. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു തന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഉദ്റസു സീറത നബിയിക്കും മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെ, നിങ്ങൾ നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചരിത്രം പഠിക്കുവിൻ. അത് പഠിച്ചാൽ ഫഇന്ന ഫീഹാ ഇസ്സത്തു അബ്നായിക്കും. നിങ്ങളുടെ മക്കൾക്ക് അതൊരു പ്രതാപമായിരിക്കും. നിങ്ങളത് പഠിച്ചിട്ട് നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് അതിലൊരു ഇസ്സത്ത് ഉണ്ടാകും. അവർക്കത് കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു ഇമ്പമുണ്ടാകും, ഒരു അനുരാഗമുണ്ടാകും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് അത് വല്ലാത്ത മഹത്വവുമായിരിക്കും എന്ന് റസൂലുള്ളാഹി ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഈ പ്രവാചകനെ കുറിച്ച് പഠിക്കാൻ തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകത്ത് ഒരുപാട് ആളുകൾ ജീവിച്ചു പോയിട്ടുണ്ട്. നമ്മൾ അറിയുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ എന്നും ജനഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്ന വേറൊരു വ്യക്തിത്വത്തെ കാണാൻ കഴിയില്ല. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് അറിയാനും ഓർക്കാനും എവിടെയെങ്കിലും സ്മാരകങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല.
എവിടെയെങ്കിലും സ്തൂപങ്ങളില്ല, എവിടെയെങ്കിലും സ്തംഭങ്ങളില്ല. ആ പ്രവാചകന്റെ ഒരു ചിത്രമോ ഒരു ചിത്രീകരണമോ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ അതിന്റെ അപ്പുറത്ത് ലോകത്ത് എത്രയോ മനുഷ്യന്മാരെ ജീവിച്ചു പോയിട്ടുണ്ട്. അവരെയൊക്കെ പലപ്പോഴും അറിയാൻ വേണ്ടിയിട്ട് ആളുകൾ സ്വീകരിക്കാറുള്ള സമീപന രീതികൾ രണ്ടെണ്ണമാണ്. ഒന്ന്, അവരുടെ ജയന്തി ജന്മദിനം ആഘോഷിക്കും, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ അവരുടെ ചരമദിനം ആഘോഷിക്കും. ഇതാണ് ഒന്നാമതായിട്ട് പലരും ചെയ്യാറുള്ളത്. രണ്ടാമത് അവർ സ്വീകരിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് അവരുടെ സ്മാരകങ്ങൾ ഉണ്ടാക്കും. ആ സ്മാരകങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് കാണുമ്പോഴൊക്കെ ആളുകൾക്ക് അവരെ കുറിച്ച് ഓർമ്മ വരും. ലോകത്തുള്ള പല നേതാക്കന്മാരെയും അങ്ങനെയാണ് ഓർക്കുന്നത്. എങ്കിൽ നമ്മൾ ചിന്തിക്കും, ഈ പറഞ്ഞ ഒന്നുമില്ലാതെ, ഒരു സ്മാരകമോ ഒരു ചിത്രമോ ഒരു രൂപമോ ഇല്ലാതെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു മുസ്ലിമിന്റെ മനസ്സിൽ, ഹൃദയാന്തരങ്ങളിൽ എല്ലാ സമയത്തും നിറഞ്ഞു നിൽക്കുകയാണ്. ലോകത്തെ ചരിത്രത്തിൽ മനുഷ്യകുലത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 100 പേരുടെ ഒരു പട്ടിക പുറത്തിറക്കിയ ഈ അമേരിക്കയിലെ ജ്യോതിശാസ്ത്രജ്ഞനും ചരിത്രകാരനുമായ മൈക്കൽ ഹാർട്ട് 100 പ്രധാനപ്പെട്ട ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ആളുകളെ അദ്ദേഹം രേഖപ്പെടുത്തി, അദ്ദേഹം തെരഞ്ഞെടുത്തു. എന്നിട്ട് ആ 100 ആളുകളിൽ അദ്ദേഹം മനനം നടത്തി 1-ാം സ്ഥാനത്ത് അദ്ദേഹം കൊണ്ടുവച്ചത് അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹം നിഷ്കളങ്കമായി, ആത്മാർത്ഥമായിട്ടാണ്, സത്യസന്ധമായിട്ടാണ് പഠനം നടത്തിയത്. ഇവിടെ നമ്മൾ ആലോചിക്കൂ, അവിടെയൊക്കെ റസൂലുള്ളാഹിയുടെ സ്ഥാനം വളരെ വലുതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിലക്കും ആ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന മാതൃകകളുണ്ട്, ഉസ്വത്തുൻ ഹസനകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരിക്കുന്നു, ഒരു തണൽ കൊള്ളുകയാണ്. ആ തണൽ കൊള്ളുന്ന സമയത്ത് തന്റെ വാൾ ആ മരത്തിന്റെ ആ കൊമ്പിൽ ഇങ്ങനെ തൂക്കിയിട്ടു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയങ്ങിയ സമയത്ത് ഒരു അമുസ്ലിമായ മനുഷ്യൻ അതുവഴി വന്നു. അദ്ദേഹത്തിന് ഉറപ്പായി റസൂലുള്ളാഹിയെ വധിക്കാൻ വകവരുത്താൻ പറ്റിയ അവസരമാണ്. അദ്ദേഹം ഈ വാളെടുത്തു. റസൂലുള്ളാഹി വാളെടുത്തിട്ട് അദ്ദേഹം ഉറക്കെ വിളിച്ചു, യാ മുഹമ്മദ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയക്കത്തിൽ നിന്ന് എണീറ്റു. ഈ വാള് നബിയുടെ കഴുത്തിന് നേരെ ചൂണ്ടിയിട്ട് ചോദിച്ചു, എന്നിൽ നിന്ന് താങ്കളെ ഇപ്പൊ രക്ഷപ്പെടുത്തുക ആരാണ്? ഈ വാളിൽ നിന്ന് താങ്കളെ രക്ഷപ്പെടുത്താൻ ആർക്ക് സാധിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൈര്യത്തോടു കൂടി പറഞ്ഞു, അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തും, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തും. ഈ അള്ളാഹു എന്ന വാക്ക് ഇദ്ദേഹത്തെ വിറപ്പിച്ചു. അദ്ദേഹത്തിന്റെ കൈകൾ വിറച്ചു, വാള് താഴേക്ക് വീണു. ആ വാള് റസൂലുള്ളാഹി എടുത്തിട്ട് ചോദിച്ചു, എന്നിൽ നിന്ന് ഇപ്പൊ താങ്കളെ ആരാണ് രക്ഷപ്പെടുത്തുക? ഈ അമുസ്ലിമായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ പ്രവാചകൻ അദ്ദേഹത്തിന് കൈ കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞയച്ചു, താങ്കൾക്ക് തിരിച്ചു പോകാം, താങ്കളോട് എനിക്കൊരു ദേഷ്യവുമില്ല, ഒരു പരിഭവവും ഒരു അമർഷവുമില്ല. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ മനസ്സിൽ മാനസാന്തരം ഉണ്ടായി, അദ്ദേഹത്തിന്റെ മനസ്സ് മാറി. ഉടനെ അദ്ദേഹം തിരിച്ചു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ പിടിച്ച് പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല, താങ്കൾ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു. റസൂലുള്ളാഹിയുടെ സമീപനമായിരുന്നു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതാണ് ലോകത്തിന് കാരുണ്യമായിട്ടാണ് ഈ റസൂൽ വന്നത്, അയച്ചത് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് യാത്ര പോകുന്നുണ്ട്. നുബുവത്തിന്റെ 10-ാമത്തെ വർഷം എല്ലാ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ വകഞ്ഞു മാറ്റി അങ്ങനെ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ നുബുവത്തിന്റെ 10-ാമത്തെ വർഷമായിരുന്നു. പ്രവാചകന് താങ്ങും തണലുമായിരുന്ന 2 ആളുകൾ, വീട്ടിന്റെ ഉള്ളിൽ താങ്ങായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയും വീട്ടിന്റെ പുറത്ത് പിന്തുണയായിരുന്ന അബൂ ത്വാലിബും 1 മാസത്തിന്റെ വ്യത്യാസത്തിൽ മരണപ്പെടുകയാണ്. ഈ മരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ചുകുലുക്കി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇനി ഒരു നിൽക്കക്കള്ളി ഇല്ലെന്ന വിശ്വാസത്തിൽ തന്റെ ബന്ധുക്കളും കുടുംബങ്ങളും ഒക്കെയുള്ള ത്വായിഫിലേക്ക് പോവുകയാണ്. ത്വായിഫിൽ പോയിട്ട് ഇനി ദഅവത്ത് നടത്താമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചു. പക്ഷെ ദഅവത്ത് ചെയ്യാൻ വേണ്ടി ത്വായിഫിലെത്തി. ത്വായിഫിലെ ആളുകൾ റസൂലുള്ളാഹിയെ സ്വീകരിക്കുന്നതിന് പകരം ആട്ടിയോടിക്കുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി ആട്ടിയോടിക്കുന്നത് മാത്രമല്ല, അവിടുത്തെ മക്കളെ കൊണ്ട് കല്ലെറിയിപ്പിക്കുന്ന ചരിത്രം നമുക്കറിയാം. റസൂലുള്ളാഹിയുടെ കാലിന്റെ മടമ്പ് ഭാഗം പൊട്ടി രക്തം ഒലിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ 2 സഹോദരങ്ങൾ, അവർ ഇസ്ലാമല്ല, ഇസ്ലാമിന്റെ എതിരാളികളാണ്, ഉത്ബയും ശൈബയും. ഈ സഹോദരങ്ങളുടെ തോട്ടത്തിൽ റസൂലുള്ളാഹി വിശ്രമിക്കാൻ വേണ്ടി കയറി. അവിടെ ഇരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവരുടെ മനസ്സലിഞ്ഞു. റസൂലുള്ളാഹിയുടെ ശത്രുക്കളാണെങ്കിലും അവിടുത്തെ പണിക്കാരൻ അദ്ദാസിനെ കൊണ്ട് പഴങ്ങളും മുന്തിരിയും ഒക്കെ കൊണ്ടുപോയി കൊടുപ്പിച്ചു. അങ്ങനെ റസൂലുള്ളാഹി ഇങ്ങനെ വിശ്രമിക്കുന്നതിന്റെ ഇടയിലാണ് മലക്ക് വരുന്നത്. മലക്ക് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, അള്ളാഹുവിന്റെ ആജ്ഞയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് ആജ്ഞ? ഈ സമൂഹത്തെ, അഥവാ സഖീഫ് ഗോത്രം,
ത്വായിഫിലുണ്ടായിരുന്ന സഖീഫ് ഗോത്രക്കാർ താങ്കൾ ഇവിടെ നാട്ടിയോടിച്ചു, ഉപദ്രവിച്ചു. അവരെ നശിപ്പിക്കാനുള്ള ആജ്ഞയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നബിയെ, നിങ്ങളൊന്ന് സമ്മതിച്ചാൽ അതിപ്പോ സംഭവിക്കും. റസൂലുള്ളാഹി ഒന്ന് അതേ എന്ന് പറഞ്ഞാൽ മാത്രം മതി. സെക്കൻഡുകൾ കൊണ്ടത് പറഞ്ഞാൽ അവിടെ അത് സംഭവിക്കുകയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താണ് ചെയ്തത്? പ്രവാചകൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ അങ്ങനെ പറയുകയില്ല. അവരറിവില്ലാത്ത മനുഷ്യരാണ്, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അവർ ഇസ്ലാമിലേക്ക് വന്നേക്കാമെന്ന് റസൂലുള്ളാഹി പ്രത്യാശ പ്രകടിപ്പിച്ചു. ചരിത്രത്തിൽ കാണാം, ഒരു 5-6 മാസം ആകുമ്പത്തേന് സഖീഫ് ഗോത്രം മുഴുവൻ ഇസ്ലാമിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കൂ, അത്രമാത്രം ഒരു മനസ്സിന്റെ ഉടമയെ ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തറവാടുള്ളവരാണ് അവര്. ആ കൂട്ടത്തിൽ ഒരാൾ കളവ് നടത്തി. റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നിട്ട് ചിലർ പറഞ്ഞു, അവർക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ്, അവർക്ക് വേണ്ടി ഒരു മാപ്പ് കൊടുക്കണം, അവർക്ക് വിട്ടുവീഴ്ച കൊടുക്കണമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ആരൊക്കെ ഏത് തറവാടാണെങ്കിലും, എത്ര സമ്പന്ന കുലത്തിലാണെങ്കിലും, എന്റെ മകൾ ഫാത്തിമ കട്ടാൽ പോലും, മോഷ്ടിച്ചാൽ പോലും ഞാൻ അവരുടെ കൈമുറിക്കുമെന്ന് പറഞ്ഞിട്ട് ഇത്രമാത്രം നിലപാട് സത്യത്തിന്റെ വിഷയത്തിൽ, ഹക്കിന്റെ വിഷയത്തിൽ സ്വീകരിച്ച വ്യക്തിത്വമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, മക്കയിൽ അവിടുത്തെ ഖുറൈശി പ്രമുഖരുമായിട്ട് റസൂലുള്ളാഹി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവിടുത്തെ പ്രമുഖന്മാരായിട്ടുള്ള ആളുകളോട് റസൂലുള്ളാഹി സംസാരിക്കുക. ഞാൻ ഇസ്ലാമിലേക്ക് വന്നാൽ ഇസ്ലാമിന് ഒരുപാട് വളർച്ചയുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ പ്രമുഖന്മാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം എന്ന് പറയുന്ന ആ അന്ധനായ മനുഷ്യൻ അവിടേക്ക് കടന്നു വരുന്നു. അദ്ദേഹം വന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു വേള ആലോചിച്ചു, ഞാനിപ്പോ ഈ പ്രമുഖരുമായിട്ട് സംസാരിക്കുമ്പോ ആ സമയത്ത് ഉമ്മ മക്തൂം ഇങ്ങോട്ട് കടന്നു വന്നാൽ ചിലപ്പോൾ ഇവർക്കത് ഇഷ്ടപ്പെടാതെ അവരിറങ്ങിപ്പോയാൽ അവരുടെ ഇസ്ലാമിലേക്കുള്ള വരവാണല്ലോ വളരെ പ്രധാനപ്പെട്ടത് എന്ന ചെറിയ ഒരു തോന്നൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉണ്ടായപ്പോ പോലും അല്ലാഹു ഇടപെട്ടു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അബസ്സയുടെ ആദ്യ വചനങ്ങൾ, അവിടെ 10-16 സൂക്തങ്ങൾ അവതരിക്കുകയാണ്. അബസവതവല്ല അൻജാഅഹുൽ അഹ്മാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റ അമ്മാ മൻ ഇസ്തഅന ഫഅൻത ലഹു തസദ്ദ. അവിടെ 16 സൂക്തങ്ങൾ ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂമിന്റെ വിഷയത്തിൽ അവതരിക്കപ്പെടുകയാണ്. എന്താണ് അതിനോട് റസൂലുള്ളാഹിയോട് അല്ലാഹ് പറയുന്നത്? അബസവതവല്ല, പ്രവാചകനെ, ഈ അന്ധനായ മനുഷ്യൻ താങ്കളുടെ സന്നിധാനത്തിലേക്ക് വന്നതിന്റെ പേരിൽ താങ്കളുടെ മുഖമിതാ ചുളിഞ്ഞു പോയിരിക്കുന്നു, താങ്കൾ അദ്ദേഹത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. അൻജാഅഹുൽ അഅ്മാ, ഈ അന്ധനായ മനുഷ്യൻ വന്നു എന്നതിന്റെ പേരിൽ. അതുകൊണ്ട് വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക, നബിയെ, താങ്കൾക്ക് എന്തറിയാം, ഈ മനുഷ്യൻ സംസ്കരണത്തിലേക്ക് വന്നേക്കാമല്ലോ. എന്തിനാണ് താങ്കൾ ഇത്തരം ഒരു സമീപനം സ്വീകരിച്ചത്? ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റ, അദ്ദേഹത്തിന് ഈ ഉത്ബോധനം ഉപകാരപ്പെടുകയും ചെയ്തേക്കാമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അല്ലാഹ് പറഞ്ഞത് താങ്കൾ അദ്ദേഹത്തെയും വിളിക്കണമായിരുന്നു. പക്ഷേ പ്രവാചകന്റെ നിയ്യത്ത് ഓരോന്നുമല്ല, അദ്ദേഹത്തോട് എന്തെങ്കിലും ഒരു അമർഷമോ എന്തെങ്കിലും ഒരു ഉറപ്പൊന്നും ആയിരുന്നില്ല. ഈ പ്രമുഖർ എങ്ങനെയെങ്കിലും ഇസ്ലാമിലേക്ക് വരണമെന്ന് റസൂലുള്ളാഹി ആഗ്രഹിച്ചപ്പോ അല്പം ഒന്ന് അദ്ദേഹം അവിടെ നിന്നിട്ട് അദ്ദേഹത്തോട് പിന്നെ സംസാരിക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. ഇതുപോലും അള്ളാഹു ഇടപെട്ടപ്പോ നമ്മൾ ആലോചിക്കും, പ്രവാചകന് വേണമെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്തുകൾ മറച്ചു വെക്കാമായിരുന്നു, തന്റെ സഹാബത്തിനോട് ഇത് പറഞ്ഞു കൊടുക്കാതിരിക്കാമായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി നമ്മൾ ആലോചിക്കും, അപ്പൊ തന്നെ തന്റെ ആളുകൾക്ക് ഇത് ഓതി കൊടുക്കുകയാണ്. റസൂലുള്ളാഹി അള്ളാഹു ചെറുതായിട്ടൊന്ന് വിമർശിച്ചപ്പോ അതുപോലും തന്റെ സഹാബത്തിന് പാഠമായി പറഞ്ഞു കൊടുത്തു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരരുത് എന്ന ഒരു ബോധ്യമാണ് ബോധ്യപ്പെടുത്തി കൊടുത്തത്. എല്ലായിടത്തും ഇത് കാണാൻ കഴിയും. ഹിജ്റയുടെ 5-ാമത്തെ കൊല്ലം മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഒരു വിവരം കിട്ടുകയാണ്. എന്താണ് വിവരം കിട്ടുന്നത്? മക്കയിലെ അവിടുത്തെ ആളുകൾ ഒരു വലിയ ക്ഷാമത്തിലും വരൾച്ചയിലും പെട്ടിരിക്കുന്നു. അവർ വല്ലാത്ത ഒരു കഷ്ടപ്പാടിലാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ എല്ലാം കൃഷികളൊക്കെ നശിച്ചു, ഒന്നുമില്ല. സാമ്പത്തികമായിട്ട് അവർ വല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും വേണ്ടത്ര ഇല്ലാത്ത സാഹചര്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് എന്ത് സമീപനം സ്വീകരിക്കാൻ? നമ്മൾ ആലോചിക്കും, ആരാണ് മക്കക്കാര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും തന്റെ ആളുകളെയും അങ്ങേയറ്റം പ്രയാസപ്പെടുത്തിയവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരെ 3 വർഷം ഷാബ് അബൂ ത്വാലിബ് എന്ന പർവ്വതത്തിന്റെ മുകളിൽ ഊരുവിലക്ക് പ്രഖ്യാപിച്ചിട്ട് അവിടേക്ക് മാറ്റി നിർത്തിയവർ. എല്ലാ നിലക്കും റസൂലുള്ളാഹിയോട് ആ നിലക്കുള്ള സമീപനം സ്വീകരിച്ചു. കാബയുടെ തണലത്ത് ചാരത്ത് നമസ്കരിക്കുമ്പോ, സുജൂദിൽ കിടക്കുമ്പോ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ കഴുത്തിൽ കൊണ്ടുപോയിട്ട് റസൂലുള്ളാഹിയുടെ കഴുത്തിൽ ചാർത്തിയവർ.
എല്ലാ നിലക്കും. അത് കഴിഞ്ഞ് 2-ാം വർഷം ബദർ യുദ്ധത്തിന് വേണ്ടി മദീനയിലേക്ക് വന്നിട്ട് നബിയെയും സഹാബാക്കളെയും ആക്രമിക്കാൻ വേണ്ടി യുദ്ധം നടത്തിയവർ. അത് കഴിഞ്ഞ് ഉഹുദ് യുദ്ധത്തിലേക്ക് അവർ വന്നു. 3-ാം വർഷം ഉഹുദ് യുദ്ധത്തിൽ പ്രധാനപ്പെട്ട 70 സഹാബത്ത് രക്തസാക്ഷികളായി. ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ നെഞ്ചകം പിളർത്തി കരൾ പുറത്തെടുത്ത് പച്ചയായി കടിച്ചു തൊപ്പിയ ഹിന്ദടക്കമുള്ള ആളുകൾ അവിടെയുണ്ട്. ഹിന്ദിന്റെ ഭർത്താവ് അബൂ സുഫിയാൻ അവിടെയുണ്ട്. എന്നിട്ട് ഈ ആളുകളൊക്കെയുള്ള ഇവരോട് എന്ത് സമീപനമാണ് റസൂലുള്ളാഹി സ്വീകരിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്ത കേട്ടപ്പോ അടുത്ത ഒരു വക്തിൽ മദീന പള്ളിയുടെ മിമ്പറിൽ കയറി എന്നിട്ട് പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ടവർ മദീനയിൽ മക്കയിൽ കഷ്ടപ്പെടുകയാണ്, അവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, എല്ലാവരും കൈയൊഴിഞ്ഞ് സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഉൽപ്പന്നങ്ങളും ഭക്ഷ്യപദാർത്ഥങ്ങളും ഈത്തപ്പഴങ്ങളും ഗോതമ്പും ബാർലിയും ഒക്കെ കൊണ്ടുവന്ന് വലിയൊരു കൂമ്പാരമായി അംർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇത് മക്കക്കാർക്ക് എത്തിച്ചു കൊടുത്ത ഇത്രമാത്രം കാരുണ്യം തുളുമ്പുന്ന ഒരു പ്രവാചകനെ ലോകത്ത് നമുക്ക് വായിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവർ, ഈ പ്രവാചകനോടുള്ള മഹബത്ത് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ സമീപനത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ, അയൽപക്ക ബാധ്യതകളിൽ എവിടെയും ഇത് നിറഞ്ഞു നിൽക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയായിട്ടാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ ഉപദേശിക്കുന്നതും പഠിപ്പിക്കുന്നതും. എല്ലാ നിലക്കും ഇത് കാണാൻ കഴിയും. മക്ക വിജയം നടക്കുന്ന സമയം അവിടെ ആ വിജയ പ്രഖ്യാപനം ഹിജ്റ 8-ാമത്തെ കൊല്ലമാണ് മക്ക വിജയിച്ചടക്കുന്നത്. ഈ വിജയ പ്രഖ്യാപനം നടത്താൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് 10,000-ഓളം വരുന്ന സഹാബത്തുമായിട്ട് മക്കയിലേക്ക് നീങ്ങുന്നു. അവിടെ മക്കയിലേക്ക് എത്തുന്നു. അവിടെ മക്കയുടെ വിജയ പ്രഖ്യാപനം നടത്താൻ പ്രമുഖരൊക്കെയുണ്ട്. അബൂബക്കറുണ്ട്, ഉമറുണ്ട്, ഉസ്മാനുണ്ട്, അലിയുണ്ട് റളിയല്ലാഹു അൻഹും. മക്ക വിജയ പ്രഖ്യാപനം നടത്താൻ വേണ്ടി റസൂലുള്ളാഹി ഇവരെ ഒന്നുമല്ല വിളിച്ചത്, ഏറ്റവും കറുത്തവരിൽ കറുത്തവനായ നീഗ്രോക്കാരനായ അടിമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്ത് എന്ന് പറയുന്ന യജമാനനിൽ നിന്ന് മോചിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹത്തെ അല്ല വിളിച്ചത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ കില്ലയിലേക്ക് കയറ്റിയിട്ട് അതിന്റെ മുകളിൽ വെച്ച് ഈ പ്രഖ്യാപനം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിക്കുന്നു. നമ്മൾ ആലോചിക്കൂ, അത്രമാത്രം ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ കഴിയില്ല. എല്ലായിടത്തും ഈ മാതൃക നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് അത് ഉൾക്കൊള്ളുവാനും അത് അറിയുവാനും അതോടൊപ്പം ആ പ്രവാചകരോടുള്ള സ്നേഹം ജീവിതത്തിൽ നമ്മൾ പ്രകടിപ്പിച്ച് നമ്മുടെ ഇബാദത്തുകളിലും നമ്മുടെ കർമ്മങ്ങളിലും ഒക്കെ അത് ഉണ്ടാകുമ്പോൾ അവിടെയാണ് നമുക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടവും പ്രവാചകരോടുള്ള ഇഷ്ടവും ഒക്കെ നമുക്ക് സംസ്ഥാപിക്കുവാനും ആ രൂപത്തിലൊക്കെ മുന്നോട്ട് പോകുവാനും സാധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിലൊക്കെ ആലോചിച്ച് ചിന്തിച്ച് ജീവിതത്തെ കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുത്ത് ബന്ധങ്ങൾ പുതുക്കി അവിടേക്ക് അടുത്തിടപഴകി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകും. അത്തരത്തിൽ ആലോചിച്ച് മുന്നോട്ട് പോകുന്ന മുത്തഖികളിൽ മുവഹിദുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. നബിയനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹു തഖ്വയുള്ളവരാവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ രാജ്യം ഇൻഷാ അല്ലാഹ് നാളെ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് വളരെ സവിശേഷവും പ്രത്യേകതകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ബഹുമതവും ബഹുസ്വരതയെല്ലാം നിലനിൽക്കുന്ന ഒരു രാജ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ധാരാളം മതങ്ങളും എത്രയോ സംസ്കാരങ്ങളും ഒരു കുറെ വേഷങ്ങളും ഭക്ഷണ രീതികളും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 121ഓളം ഭാഷകളും നമുക്ക് കാണാൻ കഴിയും. എല്ലായിടത്തും ഈ വ്യതിരക്തത വാഴിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. വിശ്വാസത്തിലും ഈ വൈരുദ്ധ്യങ്ങളും ഇതുപോലെയുള്ള വ്യത്യാസങ്ങളും ഒക്കെ അതും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മറ്റ് രാജ്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ 1-2 ഭാഷയോ അല്ലെങ്കിൽ 1-2 ഒക്കെ മതങ്ങൾ മാത്രം നിലനിൽക്കുന്ന ഒന്നായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത്
ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമായിട്ട് ഈ ഇന്ത്യയെ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയെ വൈദേശികരിൽ നിന്നും മോചിപ്പിക്കുന്നിടത്ത് മുന്നിൽ നിന്ന് പടപൊരുതിയവരായിരുന്നു നമ്മുടെ മുൻഗാമികളായിട്ടുള്ള നേതാക്കന്മാർ. നമ്മുടെ മുസ്ലിം നേതാക്കന്മാർ അതിനുവേണ്ടി ഒരുപാട് ആളുകൾ അവരുടെ ജീവൻ തന്നെ ബലി കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വൈദേശികരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്ത നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ആലോചിക്കുമ്പോൾ സ്വാതന്ത്ര്യം ഒരിക്കലും അനുഭവിക്കാൻ കഴിയാത്ത എത്രയോ സ്ഥലങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. സ്വന്തം ദീനനുസരിച്ച് മതമനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത ഇടങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാ നിലക്കും സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ദീൻ കൊണ്ട് നടക്കാം, നമുക്ക് നമ്മുടെ പള്ളികൾ കൊണ്ട് നടക്കാം, പള്ളിയിൽ ബാങ്ക് വിളിക്കാം, നമുക്ക് ഖുർആൻ ക്ലാസുകൾ നടത്താം, നമ്മുടെ മദ്രസകൾ നടത്താം, പ്രഭാഷണങ്ങൾ നടത്താം. എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിനോടുള്ള ആ പൂർവ്വം മതിപ്പും അതിനോടുള്ള സ്നേഹവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ മദീനത്തേക്ക് പോകുമ്പോൾ ആ മക്കയോട് സലാം പറഞ്ഞിട്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. മക്ക, നീ എന്റെ സ്വന്തം പെറ്റുമ്മയാണ്, എന്റെ പ്രസവിച്ച ഉമ്മയാണ് നീ. ഇവിടെ നിന്നെ വിട്ടു പോകാൻ എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല, പക്ഷേ ഇവിടുത്തെ ആളുകൾ പുറത്താക്കുന്നത് കൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞ സ്നേഹം പ്രകടിപ്പിച്ച് കരഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പോയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ നാട് നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യവും നിർഭയത്വമൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ ഈ നിർഭയത്വമൊക്കെ നിലനിൽക്കണം. ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തുണ്ടാവണം. നിർഭയത്വം പ്രധാനമാണ്. എന്നാൽ ഇപ്പൊ പലയിടങ്ങളിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ നാടിന്റെ ചില ഭാഗങ്ങളിലൊക്കെ ഈ വിദ്വേഷ പ്രചരണങ്ങൾ, ധ്രുവീകരണങ്ങൾ, ഇതൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയ ഈ സ്വാതന്ത്ര്യത്തെ എന്നും നിലനിർത്താൻ നമ്മുടെ ജീവിതം അതിന് നമ്മൾ ഏറ്റവും സാക്ഷികളായി മാറണം എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, പടച്ചവനെ ഈ നാടിനെ നിർഭയത്വം ഉള്ളതാക്കണമേ. നിർഭയത്വമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് ബിസിനസ്, നമ്മുടെ കച്ചവടം, വീട്, നമ്മുടെ വാഹനം, ഇതൊന്നും നമുക്ക് നിർഭയത്വം നാട്ടിലില്ലെങ്കിൽ, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഫലസ്തീനൊക്കെ നമുക്കറിയാം. ഫലസ്തീനിലൊക്കെ ഉള്ളവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം കൈമോശം വന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൗഫീഖും അനുഗ്രഹമൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിലപാടുകളും ഒക്കെ അള്ളാഹുവിനോടും റസൂലിനോടും ഒക്കെയുള്ള സ്നേഹവും മഹബത്തും ഒക്കെ നിലനിൽക്കുമ്പോഴാണ് ഈ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെടാതെ എന്നും നമുക്ക് നിലനിർത്താൻ സാധിക്കുക. അതുകൊണ്ട് ഇത്തരത്തിലൊരു 80ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാനിരിക്കുന്ന സമയത്ത് ഈ വിഷയത്തിൽ നമുക്കും ചില കാഴ്ചപ്പാടുകളും നമ്മുടെ നാടും നമ്മുടെ സംവിധാനവും ഒക്കെ അതിനെക്കുറിച്ച് അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ രൂപത്തിലൊക്കെ കൂടുതൽ അള്ളാഹുവിനോട് ശുക്ർ കാണിച്ച് അവരോട് നന്ദി കാണിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അള്ളാഹു നമുക്കുള്ള ഈ നിർഭയത്വവും ഈ സമാധാനവും ഈ സ്വാതന്ത്ര്യമൊക്കെ നിലനിർത്തി തരിക. അല്ലെങ്കിൽ അള്ളാഹു അതൊക്കെ എടുത്ത് കളയും എന്നതാണ് മുൻകാല സമുദായങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ രൂപത്തിലൊക്കെ ചിന്തിച്ച് ആലോചിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഭാഗ്യശാലികളിൽ, മുത്തക്കികളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്കെല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. ആരോഗ്യപരമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം കണക്കിന് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. രോഗികളായിട്ടുള്ള എല്ലാവർക്കും അള്ളാഹു ആയുരാരോഗ്യവും ആഫിയത്തും ശിഫയും പ്രദാനം ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഖാദിറിന്റെ ഇടം മറിയം അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ജീവിതത്തിൽ കൂടുതൽ അല്ലാഹുവിനെയും റസൂലിനെയും ഒക്കെ കൂടുതൽ മഹബത്തും സ്നേഹവും ഉള്ളവരാക്കി നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ കൊണ്ടുവന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു മുഅഫ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്